ഇന്ന് നമ്മൾ ഈസി ആയിട്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ജാമാണ് ചെയ്യുന്നത്. സാധാരണ ചെയ്യുന്നതിൽ നിന്ന് കുറച്ചൊരു വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. പഞ്ചസാരയൊക്കെ ഒഴിവാക്കിയിട്ട് കുറച്ചുകൂടെ നല്ല രീതിയിലാണ് ചെയ്യുന്നത്. ശരിക്കും ബ്രെഡിൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ റോൾ ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജാം റെസിപ്പി തന്നെയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു ജാം ഉണ്ടാക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് 3 ചേരുവകളാണ് വേണ്ടത്. ഒന്ന് ഞാൻ കുറച്ച് സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു പാക്കറ്റ് സ്ട്രോബെറിയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഗ്രാം കണക്ക് പറയുകയാണെങ്കിൽ ഒരു 280 അല്ലെങ്കിൽ ഒരു 300 ഗ്രാമിൻ്റെ അടുത്ത് വരും. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു ബീട്രൂട്ട് എടുക്കുന്നുണ്ട്. ഒരുപാട് വലുത് വേണ്ട, ഒരു ചെറുത് അല്ലെങ്കിൽ ഒരു മീഡിയം സൈസ് ഉള്ളത്. ബീട്രൂട്ടിൻ്റെ അളവ് ഒരുപാട് കൂടുതൽ വേണ്ട. പിന്നെ ഇതുപോലത്തെ വലിയ 2 കട്ട ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കര ഇതൊരു 240 ഗ്രാമാണ് വരുന്നത്. ഇനി ഇത് കറക്റ്റ് മധുരം തന്നെയാണ്. ഈ ഒരു ജാമിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇനി ഇത്രയ്ക്ക് മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ അളവ് കുറയ്ക്കാം, അതല്ല കൂട്ടണം എന്നുണ്ടെങ്കിൽ കൂട്ടാം. ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സ്ട്രോബെറി നന്നായിട്ട് കഴുകി ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് ചെറുതാക്കി മുറിക്കണമെന്നില്ല. ഇതുപോലെ മുറിച്ചിട്ട് ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ എടുത്തിട്ടുള്ള ബീട്രൂട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കപ്പ് അല്ലെങ്കിൽ ഒരു 1.25 കപ്പൊക്കെ തന്നെ മതിയാവും. അതായത് ചെറിയൊരു ബീട്രൂട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് 250 ml കപ്പിൽ 1 അല്ലെങ്കിൽ ഒരു 1.25 കപ്പൊക്കെ ഉണ്ടാവുള്ളൂ. അതിലും കൂടുതൽ വേണ്ട കേട്ടോ, കാരണം ഒരുപാട് ബീട്രൂട്ട് മാത്രമായി കഴിഞ്ഞാൽ അത്രയ്ക്കൊരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മൊത്തത്തിൽ അങ്ങ് മിക്സ് ചെയ്തിടാം. ഇത് ഇനി അടച്ചു വെച്ചിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒരു 2 വിസിൽ കൊടുക്കണം. ചെറിയ തീയിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. കുക്കറിൽ വിസിലൊക്കെ വന്നിട്ട് തണുക്കാനായിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ശർക്കര ഒന്ന് പാനിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ശർക്കര ഒന്നങ്ങ് പൊടിച്ചെടുത്തിട്ടുണ്ട്, പെട്ടെന്ന് ഉരുക്കിയെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാട്ടോ. ഒരു ചെറിയൊരു പാത്രത്തിൽ എവിടെയും വെച്ചിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കുന്ന കല്ലുകൊണ്ട് ഒന്നങ്ങ് പൊടിച്ചെടുത്തതാണിത്. ഇതിലേക്കും ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് ഇനി മൊത്തത്തിലൊന്നങ്ങ് മെൽട്ടായിട്ട് വരട്ടെ. ശർക്കര പാനിയാക്കുന്ന സമയത്ത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പം അത്യാവശ്യം നന്നായിട്ട് എല്ലാം ഉരുകി വന്നിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇത് തുറന്ന് നോക്കാം. ഇപ്പോൾ തുറക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ബീട്രൂട്ടിൻ്റെ സ്മെല്ലായിരിക്കട്ടെ. അപ്പോൾ നമ്മൾ ജാമ് ടേസ്റ്റ് ഇല്ലേ എന്നൊക്കെ ഒരു തോന്നലുണ്ടാവും, പക്ഷേ പ്രശ്നമില്ല. ഇതിന് നമ്മൾ ശർക്കര പാനിയിലൊക്കെ ഇട്ട് കുറുക്കി എടുക്കുമ്പോഴാണ് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. ബീട്രൂട്ട് ഉള്ളതുകൊണ്ടാണ് ആ ഒരു സ്മെല്ല് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ചൂട് പോകുന്ന സമയത്ത് മിക്സിയുടെ ജാറിലേക്ക് എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ചെറിയ ജാറിലല്ല, മിക്സിയുടെ വലിയ ജാറ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ചൂട് നന്നായിട്ട് പോകുന്ന സമയത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കുക. അരയ്ക്കുന്ന സമയത്ത് അത്യാവശ്യം നന്നായിട്ടൊന്ന് അരഞ്ഞോട്ടെ. ഇപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതൊരു പാൻ ചൂടാക്കിയിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടാവും, അത് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ജാമ് സാധാരണ കഴിക്കുമ്പോൾ ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടാവലുണ്ടല്ലോ. ആദ്യം ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു അരിപ്പയിലൂടെ അരിച്ചൊഴിക്കുകയായിരിക്കും നല്ലത്. പൊടി കല്ല അങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടാനായിട്ട് നല്ലതായിരിക്കും. മൊത്തത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇത് ഇനി നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്യുന്നത് കേട്ടോ. ഗ്യാസ് ഓൺ ആക്കിയിട്ടില്ലായിരുന്നു. ആദ്യം നമ്മൾ ഒഴിച്ചിട്ടുള്ള പാന് വെള്ളമൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ട് ഓഫാക്കിയിട്ടേക്കായിരുന്നു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് കുറുക്കിയെടുക്കണം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കൈ എടുക്കാതെ ഒന്ന് ഇളക്കി കുറുക്കിയെടുക്കുകയാണ് വേണ്ടത്. ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല. ഒരു 10-12 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ പെട്ടെന്ന് റെഡിയായി കിട്ടിക്കോളും. ഇളക്കേണ്ട കാര്യം മറന്നു പോകരുത് കേട്ടോ. ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും കളറൊക്കെ അത്യാവശ്യം ഒന്ന് മാറി വരുന്നുണ്ട്. അത്യാവശ്യമൊക്കെ ഒന്ന് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടെ ഒന്ന് കുറുകി തുടങ്ങുന്നുണ്ട്. ഇതുപോലെ തിള വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഇത്തിരി വിട്ട് നിന്നിട്ട് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. കാരണം ഇത് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. കാരണം ശർക്കര ആയതുകൊണ്ട് തന്നെ മേത്തേക്കും കയ്യിലേക്കും ഒക്കെ പൊട്ടിത്തെറിക്കും. അപ്പോൾ ഒന്നൊരിത്തിരി അങ്ങ് മാറി നിന്നിട്ട് കൈ എടുക്കാതെ ഇളക്കി കൊടുത്താൽ മതി. ഇങ്ങനെ നന്നായിട്ട് തിള വന്നു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ റെഡി ആയിക്കോളും. ഇങ്ങനെ പുറത്തേക്കൊക്കെ തെറിക്കുന്ന ഒരു പ്രശ്നം വരുന്ന ആ ഒരു സമയത്ത് ചെറിയ തീയിലിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒരുപാട് തെറിക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല. കണ്ടില്ല, ഇപ്പോൾ ഗ്യാസിൻ്റെ ചുറ്റിലേക്കൊക്കെ മൊത്തത്തിൽ തെറിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യമൊക്കെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ജാമിൻ്റെ ഒരു രീതിയിലേക്ക് വരുന്നുണ്ട്. ഒരുപാട് കുറുകി കറക്റ്റ് നമ്മൾ ആ ജാം കോരിയെടുക്കുന്ന ഒരു ടെക്സ്ചറിലേക്ക് ഇപ്പോൾ തന്നെ ആക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതൊന്ന് തണുത്ത് കഴിയുന്ന സമയത്ത് അത്യാവശ്യം ഒന്നുകൂടെ ഒന്ന് കുറുകിക്കോളും. ഇതിപ്പോൾ നമ്മൾ ശർക്കര ചേർത്തിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ കളർ ഇത്രയ്ക്കൊരു കറുപ്പ് കളറിലേക്ക് വരുന്നത്.
ഇപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ആ ഒരു രീതിയിലേക്ക് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഒരുപാട് കട്ടിയാക്കേണ്ട ആവശ്യമില്ല. ഇനി ലാസ്റ്റ് ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ചൊരു ചെറുനാരങ്ങ നീരൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ജാം ഉണ്ടാക്കൽ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത് ഇപ്പം ഞാനൊരു 1.5 ടീസ്പൂണാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മിക്സ് ചെയ്ത് നോക്കിയിട്ട് പുളി ഇത്തിരി കൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒഴിക്കുക. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് നോക്കിയിട്ട് മാത്രം ചെറുനാരങ്ങ നീര് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തീ ഓഫ് ചെയ്ത് വെക്കാം. ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ കുപ്പിയിലൊക്കെ ആക്കി വെക്കുന്നത്. അപ്പോൾ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. പിന്നെ ഗ്യാസിൻ്റെ ചുറ്റിൽ തെറിച്ചിട്ടുള്ളതൊക്കെ ഇപ്പോൾ തന്നെ തുടച്ച് വൃത്തിയാക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. എന്താണെന്ന് വെച്ചാൽ ഇത് ശർക്കര ഉള്ളത് കൊണ്ട് തന്നെ അങ്ങ് ഒട്ടി പിടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നീട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടാറി വരട്ടെ. ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് വന്ന് ശരിക്കും നമ്മൾ ജാമിൻ്റെ ആ ഒരു കറക്റ്റ് ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നോക്കുന്ന സമയത്ത് പാത്രത്തിൽ കിടക്കുമ്പോൾ ഭയങ്കര കറുപ്പ് കളർ തോന്നും. പക്ഷെ സ്പൂണിലെടുത്ത് ഇങ്ങനെ ഇടുന്ന സമയത്ത് അത്യാവശ്യം നല്ല റെഡ് കളർ തന്നെ തോന്നും കേട്ടോ. ആദ്യം പറഞ്ഞ പോലെ തന്നെ ശർക്കരയുടെ ആ ഒരു കളർ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ബ്ലാക്ക് കളറായിട്ട് തോന്നുന്നത്. ഞാനും ഇതുവരെ പഞ്ചസാര വെച്ചിട്ട് തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ജാം വീട്ടിലുണ്ടാക്കുന്ന സമയത്തൊക്കെ. പക്ഷേ ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് പറഞ്ഞു തന്നാ കേട്ടോ, ശർക്കര വെച്ച് ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നു. അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് കറക്റ്റ് സക്സസ് ആയി. നല്ല ടേസ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിത് കുപ്പിയിലേക്ക് എടുത്ത് വെക്കുന്ന സമയത്ത് എപ്പോഴും നല്ല തുടച്ച് വൃത്തിയാക്കി വെള്ളമൊന്നും ഇല്ലാത്ത കുപ്പിയായിരിക്കണം എടുക്കാൻ. പിന്നെ അതുപോലെ തന്നെ ഒരു പൊട്ടുന്ന ചില്ലിൻ്റെ കുപ്പിയിലേക്ക് ഇട്ട് വെക്കുകയായിരിക്കും നല്ലത്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു കുപ്പിയിലേക്ക് നിറച്ച് കൊടുക്കാം. എടുക്കുന്ന സമയത്തൊക്കെ ശരിക്കും ഒരു ജാമിൻ്റെ അതേ ഒരു രീതിയിൽ തന്നെയായിട്ട് വന്നിട്ടുണ്ടാവുക. ബീറ്റ്റൂട്ട് ആയതുകൊണ്ട് ടേസ്റ്റ് ഉണ്ടാവുമോ എന്നുള്ള ഡൗട്ടൊന്നും വേണ്ട കേട്ടോ. ബീറ്റ്റൂട്ട് ഒറ്റയ്ക്ക് തന്നെ നമ്മൾ ഉണ്ടാക്കലുണ്ട്. പക്ഷെ ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ നല്ലതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇത് ഇതുപോലെ നന്നായിട്ട് ചൂടാറി കഴിഞ്ഞ് കുപ്പിയിലാക്കിയിട്ട് നന്നായിട്ട് അടച്ച് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കേണ്ടത്. പുറത്ത് വെക്കരുത് കേട്ടോ. കാരണം നമ്മൾ ഇതിലേക്ക് പ്രിസർവേറ്റീവ്സും ചേർക്കാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് നാശമായി പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഫ്രിഡ്ജിലാണെങ്കിൽ ഞാൻ 1-2 ആഴ്ചയൊക്കെ വെക്കാറുള്ളൂ. ഒരുപാടൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ. ഈ ഒരു അളവിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടത് എപ്പോഴാണെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അത്രയ്ക്ക് എളുപ്പമാണ് താനും. ബ്രെഡിലൊക്കെ തേക്കുന്ന സമയത്ത് കാണില്ല നല്ലൊരു കളറിലായിരിക്കും ഉണ്ടാവുക. പിന്നെ ബ്രെഡിൽ കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് കേട്ടോ വെറുതെ കഴിക്കാനായിട്ട്. പിന്നെ കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചപ്പാത്തികളിൽ ഉള്ളിൽ റോൾ ചെയ്തിട്ടൊക്കെ കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ജാം നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാൻ മറക്കരുത്. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് പറ്റും ചെയ്യും.